ഹലോ, ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ദം ബിരിയാണി ഇല്ലേ, കുക്കറിലില്ലേ? ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. സംഭവം കിടുവാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ. നമുക്ക് വലിയ ഭാരങ്ങളൊന്നും ഇല്ല കേട്ടോ. ആദ്യം തന്നെ കുക്കർ ചൂടാക്കിങ്ങാണ്ടേ കുറച്ച് നെയ്യാണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെല്ലുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിനി അതും കൂടി ആക്കി ഇട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതൊന്ന് നല്ലോണം വാടട്ടെ. ഇപ്പം നമ്മൾ ഉള്ളി ഏകദേശമൊക്കെ ഇവിടെ വാടി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഞാൻ മിക്സിയിലിട്ടുങ്ങാണ്ട് ഒന്ന് ചതച്ചെടുത്തിനു. അതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ക്യാരറ്റ് ചെറുതായി നുറുക്കിയെടുത്തിനു. അതും കൂടി ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഇവിടെ ഒന്ന് വാടി കിട്ടണം. ഇനി നമ്മൾ ഇതിക്ക് പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഇനി നമുക്ക് ഇതിക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഗരം മസാലപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളകാണ് കേട്ടോ. നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് വെച്ചാൽ കുറച്ചും കൂടി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ, അതോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. അതും കൂടി ഒന്ന് പാർന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്നായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കഴുകിങ്ങാണ്ട്. ഇനി നമുക്ക് ആ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ചിക്കന് ഇതിൽ മസാലയിൽ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ്. ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇത് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇതിവിടെ നന്നായി ഒന്ന് പിടിച്ചു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് നമുക്ക് എത്രയാണോ എടുക്കണേ അതിൻ്റെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെടുത്ത് റൈസ് ഇല്ലേ, റെഡിയാക്കി വെച്ച റൈസ് കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ റൈസൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് ഉപ്പുണ്ടോ നോക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ആദ്യം തന്നെ നമുക്ക് ചിക്കന് വേവിച്ചാൽ ഇത് ചിക്കൻ ആദ്യം കലങ്ങിപ്പോകും. അപ്പോൾ ഒക്കെ കൂടെ ഇട്ടുങ്ങാണ്ട് ഒന്ന് കൂക്കിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എത്ര കൂക്കാണ് വേണ്ടതെന്ന്. ഞാനിവിടെ ആകെ 2 വിസിൽ വരുന്നത് വരെ കൂക്കിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ പിന്നെ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. എങ്ങനെ ഉണ്ട് ഇത് സംഭവം എന്നറിയണ്ടേ? എന്തായാലും സംഭവം നല്ല മണോ. എന്താ അറിയോ, ഈ റൈസിൽ ഈ മസാല പിടിക്കണോണ്ടാണ് കേട്ടോ ഈ ബിരിയാണി ഇത്ര ടേസ്റ്റ്. സംഭവം കിടുവാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കൂ.